ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇത് പാർട്ട് വൈസ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് ലാസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഔട്ട്ലൈൻ ഇടാം. സെക്കൻഡ് പാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കണ്ണിൻ്റെ ഷെയ്ഡിങ്സ് എങ്ങനെ ചെയ്യാം. തേർഡ് പാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മൂക്കിൻ്റെ ഷെയ്ഡിങ്സ്, അതുപോലെ തന്നെ ചുണ്ടിൻ്റെ ഷെയ്ഡിങ്സ്. ഇതൊന്നും കാണാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും. ഞാനിവിടെ ബാക്കി ഭാഗം ഷെയ്ഡ് ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ മെക്കാനിക്കൽ പെൻസിൽ ഉപയോഗിച്ച് HB ലീഡ് അടങ്ങുന്ന മെക്കാനിക്കൽ പെൻസിൽ ഉപയോഗിച്ച് ഞാനിവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ റെഫറൻസ് പിക്ചറിൻ്റെ ടോണൽ വാല്യൂ എത്രയാണോ വരുന്നത് ഡാർക്ക്നെസ്, അത് നമ്മൾ നോക്കിയിട്ട് ഇവിടെ ഞാൻ ഷെയ്ഡ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. നമുക്ക് ആ പിക്ചറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെ ഡാർക്ക്നെസ് ഉണ്ട്, എവിടേക്കായിട്ട് ലൈറ്റ്നെസ് ഉണ്ട്, നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കൂട്ടുകാരെ, നിങ്ങൾ എപ്പോഴും ഡ്രോയിങ് ചെയ്യുമ്പോൾ റെഫറൻസ് പിക്ചർ നല്ലോണം നോക്കിയിട്ട് വേണം ഇവിടെ നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ. ഇവിടെ നമ്മൾ ലെയർ വൈസ് വേണം നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ. ഫസ്റ്റ് ലെയർ ഞാനിവിടെ HBയുടെ മെക്കാനിക്കൽ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ഫസ്റ്റ് ലെയർ ഞാൻ ചെയ്യുന്നത്. ആ ചെയ്തതിന് നമ്മൾ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ മേക്കപ്പ് ബ്രഷിൻ്റെ ഉപയോഗിക്കുന്നു. മേക്കപ്പ് ബ്രഷ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്താൽ എന്താണ് ഗുണം എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു സ്മൂത്ത്നെസ് ആയ സ്കിൻ ഷെയ്ഡിങ് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കൂട്ടുകാരെ, നിങ്ങൾ എപ്പോഴും മേക്കപ്പ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ നോക്കുക, ഞാനിവിടെ കവിളിൻ്റെ ഭാഗത്ത് ഞാൻ HB പെൻസിൽ വെച്ചിട്ട് ഞാൻ ഷെയ്ഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ ടിഷ്യൂ പേപ്പറാണ് ഉപയോഗിച്ചത്. ടിഷ്യൂ പേപ്പർ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്ക് കൂടുതൽ ഏരിയ ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്നത്. ടിഷ്യൂ പേപ്പർ നല്ല ബ്ലെൻഡിങ് കിട്ടുക, സ്മൂത്തായൊരു ബ്ലെൻഡിങ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയിട്ട് ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴേ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. റിയലിസ്റ്റിക്കായ ഡ്രോയിങ് വരുന്നത് ഇങ്ങനെയാണ്. എവിടേക്കാണോ ഡാർക്ക്നെസ് ഉള്ളത്, എവിടേക്കാണോ ലൈറ്റ്നെസ് ഉള്ളത്, നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോഴേ ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ എപ്പോഴും ഞാൻ പറയുന്നതാണ്, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഉറപ്പായും നിങ്ങൾക്ക് അതിൻ്റെ ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഞാൻ ഏത് ടൂളാണ് ഉപയോഗിക്കുന്നത്, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഞാനിവിടെ ഉപയോഗിച്ച പേപ്പർ 200 GSM വരുന്ന ഐവറി ചാർട്ടാണ്. നിങ്ങൾക്ക് അത് ആർട്ട് ഷോപ്പിലോ അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിലോ വാങ്ങാൻ കിട്ടുന്നതാണ്. ചെറിയ പൈസയെ വരുള്ളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് റിയലിസ്റ്റിക് ഡ്രോയിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ നിങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് അടുത്ത് കളർ പെൻസിൽ ഡ്രോയിങ് വേണോ, അതുപോലെ തന്നെ വാട്ടർ കളർ വേണോ, ഏത് ട്യൂട്ടോറിയലാണ് ഞാൻ ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ നിങ്ങൾ പറയണം, കമൻറ്റ് ബോക്സിൽ നിന്നാണ് അറിയിക്കണം. അപ്പോൾ നിങ്ങൾ ഇതുവരെക്കും പറയില്ല, അതുപോലെ എനിക്ക് അറിയാൻ പറ്റില്ല നിങ്ങൾക്ക് ഏതാണ് പഠിക്കാൻ ഇഷ്ടമെന്ന്. അപ്പോൾ ഈ ട്യൂട്ടോറിയലിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതിയ കൂട്ടുകാർ വരുന്നുണ്ടെങ്കിൽ, ഇത് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഒരു ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ട്യൂട്ടോറിയലിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം പറയണം. അപ്പോൾ ഞാനിവിടെ ഷെയ്ഡിങ് ചെയ്ത് നോക്കുക. ഹെയറിൻ്റെ ഭാഗത്ത് കിടക്കുകയാണ്, മുടിയുടെ ഷെയ്ഡിങ്ങിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ ഇവിടെ 3B പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ ഷെയ്ഡ് ചെയ്യുകയാണ്. 3B പെൻസിൽ വെച്ചിട്ട് അവിടെ ഒരു ഡയറക്ഷൻ നമുക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാനിവിടെ മാർക്കർ ലൂമോഗ്രാഫിക് എന്ന ഒരു പെൻസിലുണ്ട്, അത് വെച്ചിട്ട് ഞാനിവിടെ ഡാർക്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഡയറക്ഷൻ, ഹെയറിൻ്റെ ഡയറക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാനിവിടെ ബ്രഷ് വെച്ചിട്ട്, കുറച്ച് ഹാർഡ് ബ്രഷ് വെച്ചിട്ട് ഞാനിവിടെ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്ഷൻ നല്ല ഫിനിഷ് വർക്കായിരിക്കും. ഹെയറിൻ്റെ വർക്ക് നല്ല കാണാൻ തന്നെ ഒരു രസമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏത് കൂട്ടുകാർക്കും നല്ല റിയലിസ്റ്റിക് ആയിട്ട് വരക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഈ ഡയറക്ഷൻ, മുടിയുടെ ഡയറക്ഷൻ എങ്ങനെയാണോ പോകുന്നത്, ഫ്രണ്ടിലേക്കൊക്കെ അതിൻ്റെ കുട്ടിയുടെ ഹെയറിൻ്റെ ഡയറക്ഷൻ വളഞ്ഞൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ ഡയറക്ഷനിൽ കൊടുത്ത് വരക്കാൻ ശ്രമിക്കുക. അപ്പോഴും നമുക്ക് റിയലിസ്റ്റിക്കായ ഒരു ഹെയർ കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കുക ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത്. ആ ഡയറക്ഷൻ നോക്കി ചെയ്യുക. ഡയറക്ഷനിൽ കറക്റ്റായിട്ട് വരയ്ക്കുക. കുറേ ട്യൂട്ടോറിയൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരനെ ഉറപ്പായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക.
അപ്പോൾ ഏകദേശം നമ്മുടെ മുടിയുടെ ഭാഗമൊക്കെ ഏകദേശം ഷെയ്ഡിങ് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അതിൻ്റെ വാല്യൂ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്, ഡാർക്ക്നെസ് വാല്യൂ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഹൈലൈറ്റ് ഉള്ള ഭാഗം കുറച്ച് ഒഴിച്ച് വിട്ടു, കുറച്ച് ഷെയ്ഡിങ് കൊടുത്തിരുന്നു. ഓൾറെഡി നമ്മൾ 3B വെച്ചിട്ട് ഫസ്റ്റ് ഇയർ കൊടുത്തിരുന്നു. പിന്നെ എവിടേക്കാണോ ലൈറ്റ്നെസ് ഉള്ളത്, എവിടേക്കാണോ ഡാർക്ക്നെസ് ഉള്ളത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ അത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരിക. അതാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ ഹൈലൈറ്റ്സിനായിട്ട് വൈറ്റ് ഹൈലൈറ്റ്സിനായിട്ട് ഇവിടെ ഗ്ലാസ് മാർക്കർ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, വൈറ്റ് ഗ്ലാസ് മാർക്കർ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹൈലൈറ്റ്സ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കാതിലിൻ്റെ ഭാഗം ഞാനിവിടെ ഇലക്ട്രിക് ഇറേസർ വെച്ചിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഇറേസർ വെച്ചിട്ട് നമുക്കവിടെ നല്ലൊരു ഹൈലൈറ്റ്സ് കിട്ടുന്നതായിരിക്കും. കൂട്ടുകാർ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഇനി ഞാനിവിടെ കുട്ടിയുടെ ബനിയൻ്റെ ഭാഗത്തേക്ക് ഇടുകയാണ്. ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ അവിടെ 3B പെൻസിൽ വെച്ച് ഞാൻ ഷെയ്ഡ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാനവിടെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഞാനിവിടെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു. പിന്നെ എവിടെയൊക്കെയാണ് ഹൈലൈറ്റ്സ് ഉള്ളത് അത് അവിടെ ഞാൻ ഇവിടെ മോണോസീറോ ഇറേസർ വെച്ചിട്ട് ഞാൻ ഹൈലൈറ്റ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ കാണാൻ തന്നെ ഒരു ലുക്ക് വന്നു. ആ ബനിയൻ്റെ ഒരു നല്ലൊരു ഷേപ്പ് വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കുക എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ ഉറപ്പായി കമൻറ്റ് ബോക്സ് അറിയിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് നല്ലോണം ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ട്യൂട്ടോറിയൽ വീഡിയോ എൻ്റെ ചാനലിൽ വരുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത ട്യൂട്ടോറിയൽ എന്താണ് വേണ്ടതെന്ന് എന്നോട് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.